മഹാരാഷ്ട്രയിൽ ഗില്ലിബാരെ സിൻഡ്രോം ബാധിച്ച ഒരാൾ മരിച്ചു. പൂനെയിൽ കേസുകൾ 101 ഉയർന്നു. കുട്ടികളിലും യുവാക്കളിലും GBS വ്യാപകം. പകർച്ചവ്യാധിയിലേക്ക് നയിക്കില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇതോടെ സംസ്ഥാനം അതീവ ജാഗ്രതയിലാണ്. മഹാരാഷ്ട്രയിലെ സോലാപൂർ ജില്ലയിൽ ഗില്ലിബാരെ സിൻഡ്രോം ബാധിച്ചതായി സംശയിക്കുന്ന ഒരാളുടെ മരണം റിപ്പോർട്ട് ചെയ്തു. പൂനെയിൽ നിന്നാണ് രോഗമുണ്ടായതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് ജന്മനാടായ സോലാപൂരിലേക്ക് മടങ്ങിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇമ്മ്യൂണോളജിക്കൽ നാഡി ഡിസോർഡറായ GBS ബാധിച്ച് മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ മരണമാണിത്. 68 പുരുഷന്മാരും 33 സ്ത്രീകളും ഉൾപ്പെടെ GBS കേസുകളുടെ എണ്ണം 101 ഉയർന്നു. ഇതിൽ 16 രോഗികൾ വെന്റിലേറ്ററിന്റെ പിന്തുണയിലാണ്. അതേസമയം പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നഗരത്തിലെ വിവിധ ഇടങ്ങളിലായി നിരീക്ഷണം തുടരുകയാണ്. और लोगों में सर्वे के जरिए ये सर्वे के साथ साथ उनको IEC भी कर रहे हैं कि उन्होंने क्या क्या प्रिकॉशन लेनी है. നഗരപരിധിയിലും ഗ്രാമപ്രദേശങ്ങളിലുമായി 25,000-ലധികം വീടുകളാണ് ഇതുവരെ സർവേ നടത്തിയതെന്ന് ഹെൽത്ത് ഓഫീസർ വൈശാലി ജാദവ് പറയുന്നു. പെട്ടെന്നുള്ള മരവിപ്പിനും പേശികളുടെ ബലഹീനതയ്ക്കും കാരണമാകുന്ന ഒരു അപൂർവ അവസ്ഥയാണ് ഈ രോഗം. एंटीबॉडीज तैयार होकर वो अपने नर्वस सिस्टम पे अटैक करता है, इसकी वजह से होता है. तो ये मल्टीपल रीजंस इसके हैं. ബാക്ടീരിയ, വൈറൽ അണുബാധകൾ എന്നിവ സാധാരണയായി ഈ രോഗത്തിലേക്ക് നയിക്കുകയും രോഗികളുടെ പ്രതിരോധശേഷി ദുർബലമാക്കുവാനും ഇടവരുത്തുന്നു. കുട്ടികളിലും യുവാക്കളിലും GBS വ്യാപകമാണെങ്കിലും ഇതൊരു പകർച്ചവ്യാധിയിലേക്ക് നയിക്കില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മിക്ക രോഗികളും ചികിത്സയിലൂടെ പൂർണ്ണമായി സുഖം പ്രാപിക്കുമെന്നും ഡോക്ടർമാർ പറയുന്നു. GBSന്റെ കൃത്യമായ കാരണം അജ്ഞാതമാണ്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.